السلام عليكم ورحمة الله وبركاته. عن أنس بن مالك أن النبي صلى الله عليه وسلم ومعاذ رديفه على رحله قال: يا معاذ بن جبل. قال: لبيك يا رسول الله وسعديك. قال: يا معاذ. قال: لبيك يا رسول الله وسعديك. ثلاثا. قال: ما من أحد يشهد أن لا إله إلا الله وأن محمد رسول الله صدقا من قلبه إلا حرمه الله على النار. قال: يا رسول الله أفلا أخبر به الناس فيستبشروا؟ قال: إذا يتكلوا. وأخبر بها معاذ عند موته تأثما. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനെ വിളിച്ചു. ഓ മുആദ് ബിൻ ജബൽ. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഞാനിതാ ഹാജറായിരിക്കുന്നു അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വിളിച്ചു: മുആദ്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഞാനിതാ ഹാജറായിരിക്കുന്ന റസൂലേ, താങ്കൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. അങ്ങനെ മൂന്നാമത്തെ തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു: അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും നിഷ്കളങ്ക ഹൃദയത്തോടെ ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ അവന് അള്ളാഹു നരകം ഹറാമാക്കാതിരിക്കുകയില്ല. എന്ന് വെച്ചാൽ അവന് നരകം അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു അള്ളാഹുൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: അള്ളാഹുൻ്റെ റസൂലെ, അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം ഞാൻ ജനങ്ങളെ മുഴുവനും അറിയിക്കട്ടെയോ? ജനങ്ങളൊക്കെ സന്തോഷിക്കുമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അപ്രകാരം നീ ആളുകൾ അറിയിച്ചാൽ ജനങ്ങൾ അതിന്മേൽ മാത്രമായിട്ട് ഊന്നി നിന്നേക്കും. എന്ന് വെച്ചാൽ മറ്റു ഇബാദത്തുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു വ്യക്തി അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ലെന്നും അള്ളാഹുൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുൻ്റെ ദൂതനാണെന്നും നിഷ്കളങ്ക ഹൃദയത്തോടെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് നരകം ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലുള്ള ശിക്ഷകളൊക്കെ അവർക്ക് ലഭിക്കും എന്നതാണ് അതിൻ്റെ സാരം. ആ ശിക്ഷകളെല്ലാം കഴിഞ്ഞാൽ അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കും. അവസാനം അവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ആളുകളപ്പോൾ അതിൽ മാത്രമായിട്ട് ഊന്നി നിൽക്കും എന്നുള്ളത് കൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ആ സമയത്ത് തടഞ്ഞു. പിന്നെ മുആദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മരണസമയത്ത് മാത്രമാണ് ഈ ഹദീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉപദേശം മറച്ചുവെച്ചു എന്ന കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരാൾ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാതെ മറ്റൊരാളെയും പങ്കു ചേർക്കാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ദൂതനാണ് എന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ശിക്ഷകൾ അദ്ദേഹത്തിന് ലഭിക്കാനുണ്ടെങ്കിലും ആ ശിക്ഷകളിലൊക്കെ കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു റസൂലുഹു ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.